ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലാണ് തീപിടിച്ചത്. തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. നിതിൻ അബുജൻ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തത്സമയം ചെയ്യുന്നു. നിതിൻ, ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? എങ്ങനെയാണ് തീ പടർന്നാണ് മനസ്സിലാക്കുന്നത്? എപ്പോഴായിരുന്നു തീപിടുത്തം ഉണ്ടായതെന്നാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. സുഹൈൽ, എന്തായാലും നിലവിലിപ്പോൾ തീ അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ ഒരു 3 നില കെട്ടിടത്തിലാണ് ഇന്ന് രാത്രി 8:45 തന്നെ തീ പിടിച്ചത്. ഏതാണ്ട് പഴയ വീട്ടുപകരണം, പ്രത്യേകിച്ചും തുണികളും അതോടൊപ്പം തന്നെ ഫ്രിഡ്ജുകളെല്ലാം തന്നെ ശേഖരിക്കുന്ന ഒരു ഗോഡൌണാണിത്. ഈ ഗോഡൌണിലാണ് രാത്രി 8:45 തന്നെ തീ പിടിച്ചത്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഈ കെട്ടിടത്തിന് തൊട്ടടുത്തായി വലിയ വീടുകളെല്ലാം തന്നെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ഒരു ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ തീ വീടുകളിലേക്ക് പടരുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. ഇപ്പോൾ ഏതാണ്ട് 5 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ തീ അണക്കാനുള്ള ശ്രമം നടന്നു വരികയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഇപ്പോൾ തീ അണക്കാൻ സാധിച്ചു. പക്ഷേ ശക്തമായ പുക ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു നടപടി ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ സംഭവ സമയത്ത് നമ്മുടെ കൊച്ചി നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ആന്റണി കുര്യത്തറ ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് കൺട്രോളബിൾ ആണ്, നിയന്ത്രണ വിധേയമാണ്. എന്നുണ്ടെങ്കിൽ ഫയർ യൂണിറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നു. നമ്മൾ ജില്ലാ കളക്ടറെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു. ഇവിടുത്തെ പോലീസ് മേധാവികൾ, ഫയർഫോഴ്സ് എല്ലാവരും വന്ന് ഇപ്പോൾ ഒരു നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ നമുക്ക് ആശങ്കയുണ്ട്. ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. നമുക്ക് തീ കടത്തി കഴിഞ്ഞാലേ നമുക്ക് അവരുടെ ആശങ്ക പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. കാഷ്വാലിറ്റി ഒന്നുമില്ല തൽക്കാലം. എന്നാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കണൊക്കെ ഫ്രിഡ്ജും മറ്റു സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാസും സാധനങ്ങളൊക്കെ ബേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറേ കൂടി ഉണ്ട്. അപ്പോൾ അത് കൂടി നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരമാവുള്ളൂ. ജനവാസ മേഖലയിൽ ഇത്തരം ഒരു കെട്ടിടം ജനവാസ ഏരിയയിൽ ഇത്തരം ഗോഡൌൺസ് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫയർഫോഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ ഒരു ആംബുലൻസോ ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ചെറിയ വഴികളാണ്. അപ്പോൾ ചെറിയ വഴികളിലേക്ക് നമുക്ക് ഇത്തരം സാധനങ്ങൾ എന്തെങ്കിലും എമർജൻസി വന്നാൽ കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും ഫയർഫോഴ്സും പോലീസും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ അവരെല്ലാവരും എല്ലാ ആളുകളും കൂടി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി നിന്നുകൊണ്ട് അതിനോട് ശമനം കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ള ഫയർ യൂണിറ്റ്, ഇപ്പോൾ ഞാൻ ജില്ലാ കളക്ടർ വിളിച്ചപ്പോൾ കളമശ്ശേരിയിൽ നിന്നും ആലുവയിൽ നിന്നും എല്ലായിടത്തും ഫയർ യൂണിറ്റ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഇത് സോൾവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തീ കെടുത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സുഹൈൽ, നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ ആംബുലൻസിനോ കൃത്യമായി ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു നിലയിലാണ് ഇവിടുത്തെ ഈ ഗോഡൌൺ പ്രവർത്തിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, ഒരു ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് തന്നെ ആദ്യം ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അത് തീ പടരാനുള്ളൊരു സാഹചര്യത്തിൽ വഷളാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലിപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. മാത്രമല്ല തൊട്ടടുത്ത് വീടുകളുണ്ടായിരുന്നു, അത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്തായാലും ഇപ്പോഴെല്ലാം തന്നെ ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് വലിയ ആശ്വാസകരമാണ്. കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശക്തമായ പുക അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടർന്നു വരുന്നുണ്ട്. കൂടാതെ ഏതാണ്ട് 5 ഫയർഫോഴ്സുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. ഒരു ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ ഈ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെല്ലാം തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ മാറ്റുകയാണ് പോലീസ് ഉള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനൊരു പ്രദേശത്ത് ഈ ഒരു ഗോഡൌൺ പ്രവർത്തിക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അങ്ങനെയൊരു കൃത്യമായ മാനദണ്ഡം പാലിച്ചില്ലെന്ന ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അത് വരും മണിക്കൂറുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. നിലവിലിപ്പോൾ ആളപായം ഉണ്ടായിട്ടില്ല. മാത്രമല്ല തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ തുടർന്നു വരുന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് നൽകാൻ പറ്റുന്ന വിവരം. സുഹൈൽ, ഒരു അപകടമുണ്ടാകുമ്പോൾ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്ന ചോദ്യത്തിലേക്ക് അധികൃതർ പോകുന്നത് തന്നെ വലിയൊരു വിനാശകരമായ കാര്യമാണ്. അതിനു മുമ്പേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് മാത്രമേ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. നിലവിൽ എന്തായാലും ആളപായമില്ല, തീ അണച്ചു കഴിഞ്ഞു എന്നടക്കമുള്ള ആശ്വാസകരമായ വാർത്തയാണ്. ഏറെ ജനസാന്ദ്രത മേഖലയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്കാണ്.